ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ആശാസ് ടേസ്റ്റ് കോർണർ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് അമരപ്പയർ ഉപ്പേരി അല്ലെങ്കിൽ അമരപ്പയർ തോരൻ, ചിലരിതിനെ അമരപ്പയർ മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് അമരപ്പയർ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. അമരപ്പയർ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാംസിൻ്റെ അമരപ്പയറാണ്. ഇത് നന്നായി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ക്ലീൻ ചെയ്യുമ്പോൾ ഇതിനൊരു നാരുണ്ട് രണ്ട് സൈഡിലും, അത് റിമൂവ് ചെയ്യാനായിട്ട് മറക്കരുത്. ഞാനിവിടെ ചെറുതായിട്ടാണ് അമരപ്പയർ കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. കുറച്ചും കൂടി നീളനായിട്ട് കട്ട് ചെയ്യുന്നവരുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് ഒരു 8 അല്ലി ചുവന്നുള്ളിയും 5 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ കടുക്. ഇനി വേണ്ടത് 3 വറ്റൽമുളക്, ഒപ്പം ആവശ്യത്തിന് കറിവേപ്പില. ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് ചെറിയ പീസസ് ആക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് വേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് നമുക്ക് നല്ല ബ്രൗണിഷ് കളർ ആവുന്നത് വരെ തന്നെ ഇളക്കി കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പെട്ടെന്ന് വാടി കിട്ടും. ഇപ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നല്ല ബ്രൗണിഷ് നിറമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ജസ്റ്റ് അതിൻ്റെ ഒരു പൊടിമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ഈ മിക്സുമായിട്ട് നന്നായി ഒന്ന് യോജിപ്പിക്കണം. തേങ്ങ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അമരപ്പയർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ അമരപ്പയറും മിക്സുമായിട്ട് നന്നായി യോജിപ്പിക്കുക. എല്ലാ ഭാഗത്തേക്കും ഈ മിക്സ് എത്തണം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അമരപ്പയർ കുറച്ച് ഡ്രൈ ആയ കാരണം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ജസ്റ്റ് ഒന്ന് തളിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെച്ച് കൊടുക്കണം. ഒരു 3 മിനിറ്റ് കൂടി മൂടി വെച്ചാൽ മതിയാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ അമരപ്പയർ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് 2 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി എന്തെങ്കിലും വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ അമരപ്പയർ ഉപ്പേരി റെഡിയായി വന്നിട്ടുണ്ട്.
അപ്പോൾ നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ ഹെൽത്തി റെസിപ്പിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.